ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ ഇപ്പോൾ നാം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 16-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് പരിശോധിക്കുവാനുള്ളത്. പഠിച്ചുകൊണ്ടിരുന്ന പശ്ചാത്തലം ഒന്നുകൂടെ ഓർക്കുന്നതിനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ മുഖവുര ഓർമ്മപ്പെടുത്തട്ടെ. ദുഃഖിച്ചും സംശയിച്ചും ആശങ്കപ്പെട്ടു ഇരിക്കുന്ന ശിഷ്യന്മാർക്കും നമുക്കും ആവശ്യം സന്തോഷവും സമാധാനവുമാണ്. യേശു ശിഷ്യന്മാരെ വിട്ടുപിരിയാൻ പോകുന്നു എന്ന് കേട്ട ശിഷ്യന്മാർ ദുഃഖിതരായി. എന്നാൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. മാത്രമല്ല, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ശിഷ്യന്മാരെ ദുഃഖിപ്പിച്ചു. എന്നാൽ യേശു അവരോട് സന്തോഷമുള്ളവരായിരിക്കാൻ പറഞ്ഞു. സന്തോഷം അനുഭവിപ്പാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം എന്ന് യേശു ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടല്ലോ. ഒന്നാമത്, അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം യേശു അവരെ പഠിപ്പിച്ചു. രൂപാന്തരമാണ് ആ തത്വം. എന്തെങ്കിലും പകരം വെക്കുന്നതിന് പകരം നാം രൂപാന്തരം പ്രാപിക്കണം. അതാണ് 16-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം ചിന്തിച്ചത്. രണ്ടാമത്, നാം വിശ്വസിക്കേണ്ട ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്, 16-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെ. ആ വാഗ്ദത്തം പ്രാർത്ഥനയായിരുന്നു. 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് വാഗ്ദത്തം. രൂപാന്തരത്തിന്റെ തത്വം, പ്രാർത്ഥനയുടെ വാഗ്ദത്തം. മൂന്നാമതായി, നാം നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അതിനാധാരമായ 16-ാം അധ്യായത്തിന്റെ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ നിന്നാണ് നാം നിൽക്കേണ്ട ഒരു സ്ഥാനം, there is a position to claim എന്ന കാര്യം നാം ചിന്തിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുവിന്റെ ശിഷ്യന്മാർ പെട്ടെന്ന് അവരുടെ ആത്മീയ മന്ദത വിട്ട് ഉണർന്ന് വിശ്വാസത്തിന്റെ ഉറപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. വായിച്ച വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. അതിന് അവന്റെ ശിഷ്യന്മാർ ഇപ്പോൾ, നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശിഷ്യന്മാരുടെ ഒന്നാമത്തെ അവകാശവാദം യേശു പഠിപ്പിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ്. അത് പൂർണ്ണമായി ശരിയായിരുന്നില്ല. അവർക്ക് അങ്ങനെ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് തുടർന്നുള്ള അവരുടെ പ്രവൃത്തികൾ തെളിയിച്ചു. ശിഷ്യന്മാർക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയത് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നതിന്റെ അർത്ഥം അവർക്കൊട്ടും മനസ്സിലായില്ല. യേശുവിന്റെ ഉയർപ്പിന് ശേഷം പോലും അവർക്ക് അമ്പരപ്പായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലിന്റെ ഭാവി എന്താകും എന്നതായിരുന്നു അവർ അമ്പരന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 6 മുതൽ വായിക്കുക. 1-ന്റെ 6 മാത്രം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. നാം ഇവിടെ ശിഷ്യന്മാരെ വിമർശിക്കുകയല്ല. ദൈവവചനം ഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇന്ന് നമുക്കും വ്യക്തമായി തെളിഞ്ഞു കിട്ടാത്ത ഇരുളടഞ്ഞ പല വേദഭാഗങ്ങളുണ്ടല്ലോ. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്ന ഏക കാര്യം,
ശിഷ്യന്മാർ ഉറച്ചു പ്രഖ്യാപിച്ച അവരുടെ വിശ്വാസ പ്രഖ്യാപനം ആഴമില്ലാത്തതായിരുന്നു എന്നതാണ്. അതവരുടെ കേവലം തോന്നൽ മാത്രമായിരുന്നു. ശിഷ്യന്മാരാകട്ടെ അവർക്ക് മനസ്സിലായി എന്നും അവർ ഉറപ്പായി വിശ്വസിക്കുന്നു എന്നും സമർത്ഥിക്കാൻ ശ്രമിച്ചു. 16-ാം അധ്യായത്തിന്റെ 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു, നൗ വി ആർ ഷുവർ എന്നും ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ബൈ ദിസ് വി ബിലീവ് എന്നും ശിഷ്യന്മാർ പറഞ്ഞത് മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതവരുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. കർത്താവ് അത് അംഗീകരിച്ചും കാണും. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ പ്രാർത്ഥന നോക്കിയാൽ യേശു പിതാവായ ദൈവത്തോട് തന്റെ ശിഷ്യന്മാരുടെ കാര്യം പറയുന്നതും ശിഷ്യന്മാരുടെ ആത്മീയ അവസ്ഥ വ്യക്തമാക്കുന്നതും നമുക്ക് കാണാമല്ലോ. ഉദാഹരണത്തിന് 17-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്നവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാരുടെ ബലഹീനതകൾ യേശുവിന് നന്നായി അറിയാമായിരുന്നു. അതുപോലെ തന്നെ അവരിൽ വിശ്വാസവും ഉറപ്പും വളർന്നു വരുന്നതിന്റെ ലക്ഷണങ്ങളും യേശു പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എങ്കിലും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസവും പരിജ്ഞാനവും നിശ്ചയവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നാം പരാജയപ്പെടാം. കർത്താവിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെയും ഇരിക്കാം. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയായി മാറണം, നമ്മുടെ പരിജ്ഞാനം പ്രായോഗികമാകണം, ഉറപ്പിൽ നമുക്ക് ആശ്വസിക്കാനും കഴിയണം. ഫെയ്ത്ത്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഷ്വറൻസ്. വി നീഡ് ടു പ്രാക്ടീസ് അവർ ഫെയ്ത്ത്, അപ്ലൈ ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്റ്റ് ഓൺ ദി അഷ്വറൻസ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പരിശോധനകൾ വരുമ്പോൾ നാം അവയിൽ പരാജയപ്പെടും. അതാണ് ശിഷ്യന്മാർക്ക് സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കുമെന്ന് യേശു കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് യേശു പത്രോസിന് അവൻ യേശുവിനെ തള്ളി പറയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ യേശു പത്രോസിനോട് മാത്രമല്ല എല്ലാ ശിഷ്യന്മാരോടും പറയുകയാണ്, അവർ അവനെ കൈവിടും. 16:32 കേൾക്കുക. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. കൂടെ യേശു കൂട്ടിച്ചേർത്തു, പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. യോഹന്നാൻ പഴയ നിയമത്തിലെ സഖരിയ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നില്ല. എന്നാൽ മത്തായി സുവിശേഷത്തിൽ സഖരിയ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. സഖരിയാവ് 13:7 മത്തായി 26:31 കാണുക. 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഖരിയാവ് 13:7, വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. മത്തായി 26:31, യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശുവിന്റെ ഈ പ്രസ്താവന തീർച്ചയായും പത്രോസിന് ഒരു മുന്നറിയിപ്പായിരുന്നു. യേശുവിനെ തടവിലാക്കുമ്പോൾ പ്രവചന നിവൃത്തിക്കായി പത്രോസ് ഓടിപ്പോയിരുന്നെങ്കിൽ യേശുവിനെ തള്ളി പറയേണ്ടി വരുമായിരുന്നില്ല. യേശു തോട്ടത്തിൽ വെച്ച് പറഞ്ഞ് ശ്രദ്ധിക്കുക. യോഹന്നാൻ 18:8, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. ശിഷ്യന്മാർ എല്ലാവരും പോയാലും യേശു ഏകനല്ലല്ലോ. ശിഷ്യന്മാർ കൂടെ ഉള്ളതുകൊണ്ടല്ല, പിതാവ് കൂടെ ഉള്ളതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പൊയ്ക്കൊള്ളുവാനായിട്ട് പറയുന്നത്. അവനൊരിക്കലും ഏകനല്ല. 16-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം ഓർക്കുക. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ഇത് പലപ്പോഴും യേശു പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാൻ 8:29, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ശിഷ്യന്മാർ എല്ലാവരും പോയാലും ദൈവം കൂടെയുണ്ട്, പിതാവായ ദൈവം കൂടെയുണ്ട്, തനിക്ക് അത് മതി എന്ന യേശുവിന്റെ സംതൃപ്തിയും നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യേശു ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നും പിരിഞ്ഞു പോകുകയില്ല എന്നും വാക്ക് തന്നിട്ടുണ്ടല്ലോ. മത്തായി 28:20, എബ്രായ ലേഖനം 13:5 വായിക്കുക. മത്തായി 28:20, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു.
എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യേശു ഇങ്ങനെ വാക്ക് നൽകിയിട്ടും തന്റെ പ്രിയ ശിഷ്യന്മാർ അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ടു പോയി. പത്രോസും യാക്കോബും യോഹന്നാനും ഗെത്ശമന തോട്ടത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അവർ വീണ് ഉറങ്ങിപ്പോയി. യേശുവിന് ഒരു കാര്യം നല്ല ഉറപ്പായിരുന്നു, പിതാവ് എപ്പോഴും തന്റെ കൂടെ ഉണ്ട്. യോഹന്നാൻ 8:29 16:32 വായിച്ചത് ഓർക്കുക. കൂടാതെ യോഹന്നാൻ 8:16 കൂടെ കേൾക്കുക. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു. താൻ പിതാവിന്റെ ഹിതമാണ് അനുഷ്ഠിക്കുന്നതെന്നും എപ്പോഴും സഹായത്തിന് കൂടെയുള്ള പിതാവിൽ ആശ്രയിക്കാമെന്നതും യേശുവിന് എത്ര വലിയ പ്രോത്സാഹനമായിരുന്നു എന്ന് ഓർക്കുക. എന്തായിരുന്നാലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം യേശു പിതാവായ ദൈവത്തിന്റെ അകൽച്ച അറിഞ്ഞു. അത് മത്തായി 27:46 നിന്ന് നമുക്ക് വായിക്കാം. മത്തായി 27:46 യേശു ഏലി ഏലി ലെമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. സങ്കീർത്തനം 22:1 നമുക്ക് ഈ നിലവിളി കേൾക്കാം. സങ്കീർത്തനം 22:1 എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്. യേശു നമുക്കായി പാപമായി തീർന്നപ്പോൾ അവൻ പിതാവിൽ നിന്ന് അകന്നു. അവൻ ആ നിമിഷം ഒറ്റയ്ക്കായി അഥവാ ഏകനായി. എന്നാൽ നാം ഒറ്റപ്പെട്ടവരും ഏകരും ആകാതിരിക്കാനായിട്ടാണ് യേശു ഏകനായത്. പിതാവ് തന്നെ കൈവിട്ടത് നാം ഒരു നാളും കൈവിടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. മാളികമുറിയിൽ യേശു പഠിപ്പിച്ചതിന്റെ രത്ന ചുരുക്കവും പഠിപ്പിച്ച വിഷയത്തിന്റെ സുപ്രധാന കേന്ദ്രവും 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിലാണ് കാണുന്നത്. 16:33 കേൾക്കുക. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു എന്തിനാണ് ഈ സന്ദേശം നൽകിയത്? കഷ്ടതയുള്ള പ്രതിസന്ധികളുള്ള ഈ ലോകത്തിൽ തന്റെ പ്രിയ ശിഷ്യന്മാർക്ക് സമാധാനം ഉണ്ടാകുവാൻ. ഈ വാക്യത്തിൽ യേശു നടത്തിയ 2 താരതമ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്നിൽ, ഇൻ മീ. പിന്നീട് നിങ്ങൾക്ക് ലോകത്തിൽ, ഇൻ ദ വേൾഡ്. ഇൻ മീ ആൻഡ് ഇൻ ദ വേൾഡ്. എന്നിലും ലോകത്തിലും. ക്രിസ്തുവിൽ സമാധാനമുണ്ട്, എന്നാൽ ലോകത്തിൽ കഷ്ടമുണ്ട്. ഇവിടെയാണ് നാം നമ്മുടെ സ്ഥാനം അവകാശപ്പെടുത്തേണ്ടത്. നാം ലോകത്തിലാണോ ക്രിസ്തുവിലാണോ എന്ന് ചിന്തിക്കുക. നാം ക്രിസ്തുവിൽ ആയിരിക്കണം, അഥവാ നമ്മുടെ സ്ഥാനം ക്രിസ്തുവിൽ ആകണം. ക്രിസ്തുവിൽ നമുക്ക് ലോകത്തെയും ലോകത്തിലുള്ള സകല കഷ്ടതയെയും വിദ്വേഷത്തെയും പീഡനത്തെയും ജയിക്കാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമ്പോൾ നാം സമാധാനം അനുഭവിക്കുമല്ലോ. ഒരസ്വസ്ഥതയും അനുഭവപ്പെടുകയുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സുലഭമായി ലഭ്യമാണ്. അതുകൊണ്ട് അവനിൽ നാം സമാധാനം അനുഭവിക്കുന്നു. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, സമാധാനം ശരിയായ ബന്ധത്തിൽ കൂടെയാണ് ഇരിക്കുന്നത്. ആത്മീയ ആവശ്യങ്ങൾ സന്ധിക്കപ്പെടുന്നത് ക്രിസ്തുവുമായുള്ള നല്ല ബന്ധത്തിലും കൂടിയാണല്ലോ. എന്നിൽ എന്ന് യേശു പറഞ്ഞതാണ് സുപ്രധാനം. ക്രിസ്തുവിൽ നമുക്ക് സമാധാനമുണ്ട്. നമ്മിൽ തന്നെ നമുക്കൊന്നും ഇല്ല. എന്നാൽ ക്രിസ്തുവിൽ സമാധാനം മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിലുണ്ട്. We have all that we need in Christ, but in ourselves we have nothing. ഓരോ വിശ്വാസിയും ഒന്നുകിൽ ജയാളികൾ ആണ്, അല്ലെങ്കിൽ പരാജിതരാണ്. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തിന്റെ ആഗ്രഹം നമ്മെ പരാജയപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് പിശാച് ലോകത്തെ ഉപയോഗിച്ച് നമ്മെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മെ ലോകത്തോട് അനുരൂപപ്പെടുത്തുവാൻ ലോകവും പിശാചും പരിശ്രമിക്കുന്നു. നാം വ്യത്യസ്തരും രൂപാന്തരപ്പെട്ടവരുമാകാൻ ലോകം ആഗ്രഹിക്കുന്നില്ല. നാം ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മെ പൂർണ്ണമായി ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ ജയാളികളാകുവാൻ ക്രിസ്തു നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവിൽ നമുക്കുള്ള ആത്മീയ സ്ഥാനം നാം അവകാശപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജയം ഉറപ്പാണ്. ധൈര്യപ്പെടുവീൻ അഥവാ സന്തോഷമായിരിപ്പീൻ, ബി ഓഫ് ഗുഡ് ചിയർ എന്ന് യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ആശ്ചര്യമായി പറഞ്ഞാൽ
നമ്മെ സന്തോഷത്തോടെ യേശു പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബി ഓഫ് ഗുഡ് ചിയർ, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞത്. ധൈര്യപ്പെടുവീൻ എന്ന് യേശു ഇവിടെ ആദ്യം പറയുകയല്ല. യേശു പലപ്പോഴും ശിഷ്യന്മാരോട് ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാൻ 1-2 സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കാണുക. മത്തായി 9-ന്റെ 1 മുതൽ 8 വരെ. യേശു കിടക്കമേൽ കിടന്ന ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിക്കൊണ്ട് അവന്റെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു. മത്തായി 9-ന്റെ 2-ൽ യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നാം ഗ്രഹിക്കേണ്ടത്, പാപമോചനം നമുക്ക് ധൈര്യവും സന്തോഷവും പ്രോത്സാഹനവും പകരും എന്ന അറിവാണ്. പാപമോചനം ലഭിക്കുമ്പോഴാണ് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കുവാൻ കഴിയുന്നത്. വീണ്ടും മത്തായി 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി 9:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു രക്തസ്രവക്കാരി സ്ത്രീയോട് പറഞ്ഞത് കേൾക്കുക. 9:22. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. അപ്പോൾ യേശുവിന്റെ ശക്തിയുടെ വ്യാപാരം നമുക്ക് ധൈര്യവും സന്തോഷവും പ്രോത്സാഹനവും നൽകുന്നതാണ്. മത്തായി 14-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെ കാണുക. മത്തായി 14, 22 മുതൽ 27 വരെ. മത്തായി 14-ന്റെ 26, 27. യേശു കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചപ്പോൾ, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചപ്പോൾ, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ധൈര്യവും സന്തോഷവും പ്രോത്സാഹനവും പകരുന്നു. നാം പറഞ്ഞ ഈ സന്ദർഭങ്ങൾ എല്ലാം ചേർത്ത് ഓർക്കുകയാണെങ്കിൽ, യേശു നൽകുന്ന പാപക്ഷമയിൽ നമുക്ക് ധൈര്യമുണ്ട്. യേശുവിന്റെ ശക്തിയുടെ വ്യാപാരത്തിൽ നമുക്ക് ധൈര്യമുണ്ട്. യേശുവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷവും ധൈര്യവും പ്രാപിക്കാനായിട്ട് കഴിയും. There is good cheer of his pardon, his power and his presence. യോഹന്നാൻ 16:33 യേശു ലോകത്തെ ജയിച്ചതിനാലാണ് ധൈര്യപ്പെടുവാൻ പ്രഖ്യാപിച്ചത്. നാം ജയാളികളാകുന്നത് യേശു നമുക്ക് വേണ്ടി ആദ്യം ജയം നേടിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാനം ക്രിസ്തുവിൽ എന്ന് അവകാശപ്പെടുകയും ഉറപ്പിക്കുകയും അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യപ്പെടുവാനും ജയം പ്രാപിക്കുവാനും കഴിയും. നമുക്ക് ഈ ചിന്തിച്ച ഭാഗം ഒന്ന് പുനരവലോകനം ചെയ്യാം. ദുഃഖിച്ചും സംശയിച്ചും ആകുലപ്പെട്ടും ഇരുന്ന ശിഷ്യന്മാർ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ യേശു പഠിപ്പിച്ചു കൊടുത്ത 3 കാര്യങ്ങൾ ഒന്നോടൊന്ന് ഇണങ്ങി ചേർന്നിരിക്കുന്നതായി കാണാം. ഒന്നാമത് യേശു പഠിപ്പിച്ച 3 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തേ. 1, നാം ഗ്രഹിക്കേണ്ട ഒരു തത്വം, രൂപാന്തരത്തിന്റെ തത്വം. 2, നാം വിശ്വസിക്കേണ്ട ഒരു വാഗ്ദത്തം, പ്രാർത്ഥനയുടെ വാഗ്ദത്തം. 3, നാം നിൽക്കേണ്ട ഒരു സ്ഥാനം, ക്രിസ്തുവിൽ. ഇനി ഇവ തമ്മിലുള്ള ഇണക്കം നോക്കുക. ഒന്നാമത്, യേശു ഒരു അത്ഭുത തത്വം വെളിപ്പെടുത്തി. ദൈവം ദുഃഖത്തെ സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തുന്നു. എന്നാൽ ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകാൻ നാം യേശു തന്ന വാഗ്ദത്തം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാൽ തന്റെ വേല നിവർത്തിക്കപ്പെടണമെന്ന് ദൈവം നിയോഗിച്ചിരിക്കുന്നു. മൂന്നാമത്, നാം ഫലപ്രദമായി പ്രാർത്ഥിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജയാളികൾ എന്ന് നമുക്കുള്ള സ്ഥാനം നാം അവകാശപ്പെടുത്തിയിരിക്കണം. വീണ്ടും യോഹന്നാൻ 16:33 നാം പരിശോധിക്കുമ്പോൾ, 16:33 ശേഷമാണല്ലോ 17-ാം അധ്യായം വരുന്നത്. അതുകൊണ്ട് യോഹന്നാൻ 16:33 യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയുടെ ഒരു മുഖവുര കൂടെയാണ്. യേശു ശിഷ്യന്മാരെ വചനം പഠിപ്പിച്ചു. ഇനിയിപ്പോൾ യേശു ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനവും പ്രാർത്ഥനയും എപ്പോഴും ഒരുമിച്ച് പോകണം. അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി 6:4 നിന്ന് നമുക്ക് ഓർക്കാൻ കഴിയുമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 6:4, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഒരുമിച്ച് പോകുന്നതാണ്. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ലോകം എന്ന വാക്ക് യേശു 19 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അതുവഴി നാം എങ്ങനെ ലോകത്തെ ജയിക്കണമെന്ന് യേശു നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. യേശു തന്നെ ഈ സന്ദർഭത്തിൽ
ലോകത്തിന്റെയും പിശാചിന്റെയും വിദ്വേഷം നേരിടുകയായിരുന്നുവല്ലോ. എന്നാൽ ആ കഷ്ടത സഹിക്കുവാനും വിജയം വരിക്കുവാനും യേശുവിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ നാം ഇന്ന് പഠിച്ചത്, ഈ 2-3 ക്ലാസ്സുകളിൽ പഠിച്ചത്, ദുഃഖത്തെ സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നാം ദൈവത്തെ അനുവദിക്കുമ്പോൾ ലോകത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. നാം ക്രിസ്തുവിൽ ലോകത്തെ ജയിക്കുമ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. സന്തോഷവും സമാധാനവും നിരന്തരം അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സമാധാനം അനുഭവിക്കുന്നവരും സന്തോഷിക്കുന്നവരുമായിരിക്കുവാൻ നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ കഷ്ടതകളെ അവൻ ജയമായിട്ട് രൂപാന്തരപ്പെടുത്തട്ടെ. പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആശ്വാസവും ജീവനും പ്രാപിക്കുവാൻ കഴിയുമല്ലോ. ക്രിസ്തുവിൽ നമുക്കുള്ള സ്ഥാനം നാം ഉറപ്പിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ലോകത്തെ ജയിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന അവിടുത്തെ അത്ഭുത വഴികൾക്കായിട്ടും വചനത്തിനുമായിട്ടും നന്ദിയോടെ ചെയ്യുന്നു. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ധൈര്യപ്പെടുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാപത്തെ പരിഹരിച്ചു കിട്ടുമ്പോൾ, നിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കുവാനായിട്ട്, ദുഃഖത്തെ സന്തോഷമായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. പ്രാർത്ഥന എന്ന വലിയ വാഗ്ദത്തം നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്രിസ്തുവിൽ ഞങ്ങൾക്കത്തായി ഞങ്ങൾക്കുള്ള സ്ഥാനത്ത് ജയത്തോടെ ഇരിക്കുമ്പോൾ ലോകത്തെ ജയിച്ച് സന്തോഷത്തോടെ സമാധാനം അനുഭവിച്ച് മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.